പുതിയ ആളല്ലേ, കയറി വാ. എങ്ങനെ ഇവിടെ എത്തി? രാത്രി ഉറങ്ങാൻ കിടന്നാ, എണീക്കാൻ പറ്റിയില്ല. അറ്റാക്ക് ആയിരുന്നല്ലേ? അതെ, ആദ്യമായിട്ടുണ്ടായതാ. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടറെ കണ്ടില്ലായിരുന്നു? നാട്ടിലെത്തട്ടെ എന്ന് വിചാരിച്ചു. എന്നാ വിധി അങ്ങനെയല്ല, നാട്ടിലെത്താൻ സാധിച്ചില്ല. എത്ര കാലമായി പ്രവാസിയായിട്ട്? വാപ്പ മരിച്ചപ്പോൾ പ്രവാസിയായതാ. പെങ്ങന്മാരെ കെട്ടിച്ചു, ഒരു വീട് വെച്ചു. അങ്ങനെ പ്രവാസം ഒന്ന് നീണ്ടു പോയി. കല്യാണമൊന്നും കഴിച്ചില്ല അല്ലേ? അടുത്ത മാസം കല്യാണമായിരുന്നു. പെട്ടിയെല്ലാം എടുത്തു വെച്ചു. എല്ലാവരോടും യാത്രയും പറഞ്ഞു. കുറച്ചു നേരം ഒന്ന് മയങ്ങാൻ കിടന്നാ, പിന്നെ എണീക്കാൻ സാധിച്ചില്ല. താൻ തനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല അല്ലേ? ഇദ്ദേഹം എന്താ വിഷമിച്ചിരിക്കുന്നേ? ഇവൻ നാട്ടിൽ വലിയ പ്രമാണിയായിരുന്നു. പണത്തിന്റെ പിന്നാലെ ഓടി ഒരുത്തന്റെ പിച്ചാത്തിപ്പിടിക്ക് തീർന്നു. പണത്തിന് പിന്നാലെ ഓടി ജീവിതം പണമാണെന്ന് മാത്രം വിചാരിച്ചു. കുടുംബം നോക്കാൻ സാധിച്ചില്ല. സ്നേഹം കിട്ടിയ വഴിക്ക് ഭാര്യ ഇറങ്ങിപ്പോയി. ഞാനും ഒരാണല്ലേ, കാക്ക പറഞ്ഞ പോലെ അറിഞ്ഞപ്പോൾ ചോദിക്കാൻ ചെന്ന അവൻ്റെ കത്തിക്ക് തീരേണ്ട വന്നു. പണമല്ല വലുതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇതൊരു ചെറുപ്പക്കാരനാണല്ലോ, എന്നാ പറ്റിയതാ? ഇവനായി കൂടുതൽ ഏറ്റവും വലിയ വിഡ്ഢി. ആരോ കളിയാക്കിയെന്നും പറഞ്ഞ് കോളേജിനെ മുകളിൽ നിർത്തിയാടി. ശരിയാ, ഞാനൊരു വിഡ്ഢിയാ, പമ്പല് വിഡ്ഢി. കോളേജിൽ സീനിയേഴ്സ് എന്നെ അത്ര പേരുടെ മുമ്പ് വെച്ച് എന്നെ റാഗ് ചെയ്തപ്പോൾ ഞാൻ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിച്ചില്ല. ഇതിന് കാരണക്കാരായവരൊക്കെ ഇപ്പോഴും കോളേജിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ വയ്യ. ഒന്ന് തിരിച്ചു പോകാൻ പറ്റുന്നില്ലല്ലോ. ഇദ്ദേഹത്തിന് എന്ത് പറ്റി? നാട്ടിൽ വലിയ പണക്കാരനായിരുന്നു. അതുപോലെ തന്നെ ആരും പിശുക്കനും. രോഗം വന്നിട്ട് ചികിത്സിക്കാൻ പോലും പോയില്ല. അപ്പൊ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? അത് ശരിയാ, ഞാൻ പിശുക്കനാ. തിന്നാതെയും കുടിക്കാതെ എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചു. അപ്പം ഞാൻ മരിക്കാൻ കാത്തിരുന്നു. മക്കളെല്ലാം വിറ്റും കുടിപ്പിച്ചു. ഇപ്പം കണ്ടില്ലേ, എൻ്റെ ഭാര്യയെ പോലും വൃദ്ധസദനത്തിൽ അമ്മമാർ കൊണ്ടുവിട്ടു. ഇപ്പോൾ ഓർക്കുന്നു, ഇത്രയൊന്നും സമ്പാദിക്കണ്ടായിരുന്നു. അപ്പൊ ഈ നിൽക്കുന്ന ആളോ? അവൻ പണിയെടുക്കാതെ പണക്കാരനാന്ന് നോക്കിയതാ. അതെന്താ? അതെന്നാ പറയാനാ, ഞാനൊരു വീട്ടിൽ കക്കാൻ കയറിയതാണ്. ഉള്ള സ്വർണവും പണ്ടമെല്ലാം എടുത്ത് മുകളിൽ കയറിപ്പോയി ഇപ്പം താഴെ ഒരു ടൈം പീസ് ഇരിക്കുന്നു. എന്നാൽ അതെടുത്തേക്കാന്ന് പറഞ്ഞ് താഴെട്ടിറങ്ങിയതാണ്. പണ്ടാരോടങ്ങാൻ ആ ഓട് വന്ന് തലേ വീണു. അങ്ങനെ ഞാനിവിടെ എത്തിയത്. നിങ്ങളെല്ലാവരുടെയും കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങളെങ്ങനെ ഇവിടെ വന്നത്? നിങ്ങളുടെ മുഖത്താണെ വലിയ സങ്കടവും കാണുന്നുമില്ല. ഞാനും നിങ്ങളെപ്പോലെയൊക്കെ ആയിരുന്നു. ആഗ്രഹങ്ങളെല്ലാം ബാക്കി വെച്ചിട്ടാണ് വന്നത്. ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. ഞാൻ കുറച്ചൊക്കെ എനിക്ക് വേണ്ടി ജീവിച്ചു. അതുകൊണ്ടാണ് എനിക്ക് വലിയ സങ്കടമൊന്നും ഇല്ലാത്തത്. ഓ, നിങ്ങൾ വലിയ കാശുള്ള ടീമായിരുന്നു അല്ലേ? ഞാനൊരു സാധാരണക്കാരനായിരുന്നു. എനിക്ക് ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം പറ്റുന്ന പോലെ ചെയ്തു. പറ്റുകയില്ലാത്തത് പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് സ്വയം ആസ്വദിക്കാൻ കുറച്ചൊക്കെ സമയം കിട്ടി. കുറേ യാത്രകളും നല്ല ഭക്ഷണങ്ങളും നല്ലതൊക്കെ ചെയ്തു. മറ്റുള്ളവർക്ക് നല്ലത് ചെയ്തും കൊടുത്തു. ദൈവത്തോട് നന്ദി കാണിക്കുകയും എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൃപ്തി എനിക്കുണ്ട്. നിങ്ങൾ പറഞ്ഞത് 100% ശരിയാ. പക്ഷേ എല്ലാവരുടെയും ലൈഫിൽ അതൊന്നും വർക്കാവില്ല. ചില ജന്മങ്ങളുണ്ട്, കടം, ബാധ്യത, പ്രാരാബ്ദം എന്നൊക്കെ പറഞ്ഞ് അതിനകത്തൊന്ന് പെട്ടുപോകും. പുറത്തു വരാൻ ശ്രമിക്കുന്നവരും കുറുക്ക് മുറുകിക്കൊണ്ടിരിക്കും. എന്നാൽ അതിൽ നിന്ന് എങ്ങനെയും പുറത്തു വന്ന് ജീവിക്കാൻ നോക്കുമ്പോഴോ ആയുസ്സും തീരും. എന്നെപ്പോലെ എല്ലാവർക്കും തിരക്കഥ എഴുതുന്ന ഒരാളാണ്. പക്ഷേ കൊടുക്കുന്ന കഥകൾ പലർക്കും പലതാണ്.